ഗൈസ് ഇന്ന് ആലപ്പുഴ ഒരു കല്യാണത്തിന് പോയതാണ്. ഈ കല്യാണം എന്ന് പറഞ്ഞാൽ വളരെ സ്പെഷ്യലാണ്. ഇത് ഒരു ഹിന്ദു ക്രിസ്ത്യൻ കല്യാണമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ വളരെ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ കല്യാണമൊക്കെ കാണുന്നത്. ഇതാണ് നമ്മുടെ വധു സാൻറ്റി. ഒരു നല്ല ഗോർജസ് ആയിട്ട് ഒരുങ്ങിയിട്ടുണ്ട്. നല്ല അടിപൊളി ഡെക്കറേഷനുള്ള തോരണങ്ങളൊക്കെ തൂക്കിയിട്ടുള്ള ഒരു എന്താ അതിന് പറയുക, പല്ലക്കോ തേരോ എനിക്കറിയില്ല എന്താ പറയുക വെച്ചാൽ അതിൽ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ നമ്മുടെ വരൻ്റെ എൻട്രിയാണ്. വരൻ അഖിൽ രാജാണ്. ഇതാണ് എൻ്റെ കൊളീഗ്, പുള്ളിയുടെ എൻട്രിയാണ്. അപ്പം വളരെ മിതമായിട്ടുള്ള ചടങ്ങുകൾ മാത്രമുള്ള ഒരു കല്യാണമായിരുന്നു. ഒരുപാട് മതത്തിൻ്റേതായിട്ടുള്ള ആചാരങ്ങളൊന്നുമില്ലാത്ത ലളിതമായിട്ടുള്ള ഒരു കല്യാണം. വളരെ മനോഹരമായിട്ട് പയ്യൻ താലി കെട്ടി കഴിഞ്ഞതിന് ശേഷം വധുവിൻ്റെ അച്ഛനും അമ്മയും അനുഗ്രഹിച്ചിട്ട് ആ അച്ഛൻ ആ മകളെ വരൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന വളരെ ലളിതമായിട്ടുള്ള ഒരു ചടങ്ങ്. അത് മാത്രമായിരുന്നു ഈ കല്യാണത്തിനുള്ളത്. പിന്നെ അതിനുശേഷം ഇവർ രണ്ട് കുടുംബങ്ങൾ ഒന്നിക്കുന്ന ഒരു ചടങ്ങായതുകൊണ്ട് കുടുംബങ്ങൾ ചേർന്നിട്ടൊരു കേക്ക് കട്ടിങ്, മധുരം കൊടുക്കുക, അത് മാത്രമായിരുന്നു ചടങ്ങായിട്ട് ഈ കല്യാണത്തിനുണ്ടായിരുന്നത്. വേറെ കാരണവന്മാരുടെ, നമ്പൂതിരി, പള്ളിയിലച്ഛൻ ആരും ഉണ്ടായിട്ടില്ല. ഇത്രയും വളരെ സിമ്പിളായിട്ട് ഒരു രണ്ട് മനുഷ്യന് ജീവിക്കാം അല്ലെങ്കിൽ കല്യാണം കഴിക്കാം എന്ന് കാണിക്കുന്ന ഒരു മാതൃകാപരമായിട്ടുള്ള കല്യാണമായിട്ട് എനിക്ക് ഇത് തോന്നി. വളരെ അടിപൊളിയായിരുന്നു. പിന്നെ മാത്രമല്ല ഫുഡ് നോക്കിയേ, ഹോട്ട് ചോക്ലേറ്റ് ഉണ്ടായിരുന്നു, പോപ്കോൺ ഉണ്ടായിരുന്നു, പിന്നെ പലതരത്തിലുള്ള ചായകളുണ്ടായിരുന്നു. ഇതൊക്കെ എൻ്റെ അട്രാക്ഷനാണ്. പിന്നെ ഇതിന് പഞ്ഞിമിഠായി നമ്മളിവിടെ പറയും, എന്താണെന്ന് എനിക്ക് കറക്റ്റ് നിങ്ങൾ പറയുന്നത് എന്താ അറിയില്ല. ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ നൈസായിട്ട് ഒരു പോപ്കോണൊക്കെ വാങ്ങി കഴിച്ചു. പിന്നെ ഒരു ശംഖുപുഷ്പത്തിൻ്റെ ചായ ഉണ്ടായിരുന്നു, അതൊന്ന് ടേസ്റ്റ് ചെയ്തു. 2-3 ചായ ടേസ്റ്റ് ചെയ്തു. ഇപ്പോൾ ഞാൻ ആദ്യം ഒരു ശംഖുപുഷ്പത്തിൻ്റെ ചായ എടുത്തത്. പിന്നെ നമ്മൾ ഒബ്വിയസ്ലി ഒരു ഫോട്ടോ എടുക്കുന്നൊരു ചടങ്ങുണ്ടല്ലോ, നമ്മൾ ഇങ്ങനെ നൈസായിട്ട് കയറി. അപ്പോൾ സ്റ്റേജ് കുറച്ച് റഷായിരുന്നു. ഞങ്ങൾക്ക് ഊഴത്തിന് വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ കാത്തിരുന്നു. അവസാനം ഗൈസ് നമ്മുടെ ഊഴം വന്നെത്തിയിട്ടുണ്ട്. വധുവിനെ ഞങ്ങൾക്കൊക്കെ പരിചയപ്പെടുത്തി കൊടുത്തു വരാൻ. ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു, സെൽഫിയെല്ലാം എടുത്തു, ഒരു വീഡിയോ എല്ലാം എടുത്തു. ഞങ്ങൾ നൈസായിട്ട് ഇറങ്ങി ഭക്ഷണം കഴിക്കാൻ. ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഇവിടെ കോഴിക്കോട് സ്റ്റൈലേ അല്ല, പല ഓർഡറിലാണ് പലരാണ് വിളമ്പുന്നത്. നോക്കി, കായ വറുത്തൊക്കെ ഫുൾ കായാണ്. ഇത് കുപ്പിവള ഇട്ട മാതിരി പല കളറിലുള്ള വിഭവങ്ങളാണ്. എന്താ പേരെന്ന് പോലും എനിക്കറിയില്ല, ഞാൻ കുറേ കഴിച്ചിട്ടുമില്ല. കുറേ വിഭവങ്ങൾ ഇങ്ങനെയുണ്ട്. ഇവിടെ ഫസ്റ്റ് പരിപ്പ് ഒഴിച്ചിട്ട് ചോറ് കഴിക്കും, പിന്നെ സാമ്പാർ ഒഴിച്ചിട്ടാന്നൊക്കെ പറഞ്ഞു. ഞാൻ സാമ്പാറേ വാങ്ങിയിട്ടുള്ളൂ, പരിപ്പ് വാങ്ങിയിട്ടില്ല. ഇതാ പരിപ്പ്. പിന്നെ പയ്യനും പെണ്ണും ഈവനിങ് റിസപ്ഷന് വേണ്ടിയിട്ട് റെഡിയാക്കാണ്. ഇപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് ഒരു ഹാപ്പി മാരീഡ് ലൈഫ് കേട്ടോ.